Hello, Assalamu alaikum. പള്ളിമാലി സ്റ്റുഡൻസ്, ഹൗ ആർ യു? പിന്നെ ഇന്ന് നമ്മൾ സൂര്യൻ അല്ലേ, നമ്മൾ സൂര്യനില്ലേ, സൂര്യനെ കൊണ്ട് എന്താ പ്രയോജനം? സൂര്യൻ ചൂട് തരുന്നു, വെയിൽ തരുന്നൊക്കെ തരുന്നില്ലേ. എന്നാൽ ചില സ്ഥലത്തൊക്കെ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ സൂര്യനെ കാണാൻ വലിയ ആഘോഷമാണ്. സൂര്യൻ വളരെ റയറായിട്ട് കാണാമല്ലോ. അവർ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് സൂര്യനെ കാണുന്ന ദിവസം അവർ ഡ്രസ്സൊക്കെ മാറ്റി ബീച്ചിലൊക്കെ പോയി ഭയങ്കര ആഘോഷിക്കും. സൂര്യലൈസും നമുക്കിവിടെ സൂര്യലൈസ് എന്തോ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ സൂര്യൻ എന്താ നമുക്ക് തരുന്നത്? അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ സോളാർ സിസ്റ്റത്തിൻ്റെ ലീഡറാണ്, അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് സൂര്യൻ. സൂര്യൻ്റെ ചുറ്റുമാണ് എല്ലാ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതേമാതിരി ബില്യൺ കണക്കിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. അപ്പോൾ ബില്യൺ കണക്കിൽ നക്ഷത്രങ്ങൾ പറയുന്നുണ്ട്. അതായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മരുഭൂമിയിൽ പോയി പൂഴി നന്നായിട്ട് നിറഞ്ഞിരിക്കില്ല മരുഭൂമിയിൽ. ആ മരുഭൂമിയിൽ നമ്മൾ പോയിട്ട് ഒരു പൂഴിത്തരി എടുത്തിട്ട് എണ്ണി വെക്കാം. അപ്പോൾ എത്ര ഉണ്ടാവില്ല, അത്രയും അധികം സൂര്യന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. കാരണം അത് തന്നെ നമ്മൾ കാണുന്ന പിന്നെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ 5% കാണുന്നുള്ളൂ. ബാക്കി 95% നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി ആയിട്ടുള്ള സ്ഥലമാണ്. ആ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുള്ള ഒരു കാര്യങ്ങളും നമുക്കൊന്നും കാണാനോ പരീക്ഷണം നടത്താനോ ഒന്നും കഴിയില്ല, മനസ്സിലായി, ശാസ്ത്രജ്ഞന്മാർക്കൊന്നും. അപ്പോൾ അതിനെപ്പറ്റി ശാസ്ത്രലോകത്തിന് അറിയില്ല. 95% പറ്റിയിട്ട് അറിയുന്ന ആകെ 5%. ഈ 5% തന്നെ ബില്യൺ കണക്കിൽ സൂര്യന്മാരുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ സൂര്യന്മാരെയും മറക്കാം, നമ്മളെ സൂര്യൻ മാത്രം എടുക്കാം. നമ്മളെ സൂര്യൻ നമുക്ക് എന്താ ചെയ്യുന്നത്? ഒന്നാമായിട്ട് നമ്മളെ സൂര്യനാണ് നമുക്ക് ആഹാരം തരുന്നത്. നമ്മൾ സൂര്യനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, മനസ്സിലായില്ലേ. ഓരോ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സൂര്യനെയാണ്, സൂര്യൻ്റെ ഒരു അംശമാണ്. അതായത് സൂര്യൻ വിടുന്ന എന്താണ്? ഫോട്ടോൺസ്, വെളിച്ചം അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വെളിച്ചം നമുക്ക് കാണാൻ പറ്റും? ഇപ്പോൾ സൂര്യൻ്റെ ഫോട്ടോൺസ് ഇല്ലേ, സൂര്യപ്രകാശം നമുക്ക് കാണാൻ പറ്റുമോ? നമ്മളെ കണ്ണുകൊണ്ട് എന്താ അഭിപ്രായം? കാണാൻ പറ്റില്ല. കാരണം നമ്മളെ കണ്ണിനെ കാണാനുള്ള കഴിവില്ല, നമ്മളെ കണ്ണിന് പ്രകാശത്തെ കാണാനുള്ള കഴിവില്ല. പ്രകാശത്തിൻ്റെ നമ്മളെന്താ കാണുന്നത്? പ്രകാശ സ്ഥലത്ത് അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്, അല്ലാതെ നേരിട്ട് പ്രകാശം പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, ശരി. നിങ്ങളൊരു പക്ഷേ പറയും, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്ന നമുക്ക് കാണാമല്ലോ, രശ്മികളായിട്ട് കാണാമല്ലോ എന്ന് പറയും. പക്ഷേ അതെന്താ വെച്ചാൽ അത് രശ്മികളല്ല നമ്മൾ കാണുന്നത്. ആ രശ്മിൻ്റെ ഇടയിൽ കുറേ പൊടിപടലങ്ങളുണ്ടാവും. ആ പൊടിപടലങ്ങളിൽ ഇത് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ സൂര്യപ്രകാശം ഏതൊരു സ്ഥലത്ത് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അല്ലാതെ നമുക്ക് നമ്മളെ കണ്ണുകൾ കാണാൻ കഴിവില്ല, മനസ്സിലായില്ലേ. അപ്പം പ്രകാശം എങ്ങനെ വരും? പ്രകാശം എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസാണ്. ഫോട്ടോൺസ് പറഞ്ഞാൽ അതൊരു കണികയാണ്, കണികയുടെ മാസ് ഇല്ലാത്തൊരു കണിക. അപ്പോൾ ഈ കണികകൾ വരികയായിട്ട് വരികയാണ്. അതാണ് ഇതിൻ്റെ വളരെ ശക്തിയിൽ, ഭയങ്കര സ്പീഡിൽ. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് ആ കണികൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ കണികൾ എങ്ങനെ സഞ്ചരിക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടില്ല, അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓരോ പാക്കുകളായിട്ടാണ്. ഒന്ന് പോയി എൻ്റെ ബാക്കിൽ വരുന്നു അങ്ങനെ വരുന്നത്. എല്ലാം ഒന്നായിട്ട് ഒറ്റ രശ്മിയായിട്ടില്ല പോകുന്നത്. അത് നമ്മൾ കാണുന്ന രശ്മി സ്പീഡുണ്ട്, ഭയങ്കര സ്പീഡിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്, മനസ്സിലായില്ലേ. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ സൂര്യൻ എങ്ങനെ നമുക്ക് ഭക്ഷണം തരുന്നതെന്ന് വെച്ചാൽ, സൂര്യപ്രകാശം പിന്നെ ചെടിയുടെ മേലെ അടിക്കുമ്പോൾ ആ ചെടിയിൽ ഒരു കുക്കി നടക്കുന്നുണ്ട്. അതിന് അതായത് സൂര്യപ്രകാശത്തിൽ ഈ ഇലയിലുള്ള പച്ച നിറമുള്ള ഇലയില്ലേ, അതിൻ്റെ മുകളിൽ സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് ഒരു സിന്തസിസ് പ്രോസസ്സ് നടക്കുന്നത്. നമ്മളെ ഭക്ഷണത്തിനുള്ള അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എനർജി, ഓക്സിജനൊക്കെ അത് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിന്നെ അതൊന്നിൽ നമ്മൾ ഇങ്ങനെ ഇലകൾ നേരിട്ട് തിന്നും, അല്ലെങ്കിൽ നമ്മൾ വേറെ പശുക്കൾ നിന്നിട്ട് ആ പശുവിനെ നമ്മൾ തിന്നും. അപ്പോൾ എല്ലാം കൊണ്ടും അത് നമ്മളെ ശരീരത്തിൽ എത്തുന്നത് ആ സൂര്യപ്രകാശത്തിൻ്റെ ആ അംശമാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അതിൽ പലതുമുണ്ട്, പല ഹാംഫുൾ ആയിട്ടുള്ള പല രശ്മികളുണ്ട്. അപ്പോൾ ആ ഹാംഫുൾ ആയിട്ട് രശ്മികൾ വേറെ ഗ്രഹത്തിലേക്ക് ആവശ്യമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ട് വരുമ്പോൾ ഭൂമിയിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ വലിയൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ഭൂമിന് ചുറ്റും ഒരു ഓസോൺ ലെയറിൻ്റെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വരുന്ന രശ്മികൾ അതിലുള്ള എല്ലാ വിടക്ക് കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നല്ല നമുക്ക് ആവശ്യമുള്ള മാത്രം കൊണ്ടുവിടും. അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ആ സൂര്യനെ നമ്മൾ ഭക്ഷിക്കുന്നത്. സൂര്യൻ വന്നില്ല നമുക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല, ഭൂമിയാക്കാൻ വരണ്ടു, മനസ്സിലല്ലേ. അപ്പോൾ സൂര്യനെ ഒരംശമാണ് നമ്മൾ എപ്പോഴും എന്നും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇലയിൽ തട്ടി ആ ഇലയിൽ നിന്ന് ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ സൂര്യന് വരുന്ന പ്രകാശന ഫോട്ടോ ആണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് എല്ലാ സസ്യങ്ങളും നടക്കുന്നുണ്ട്. ആ സസ്യങ്ങൾ ആ ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. നമ്മൾ നേരിട്ട് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ പശുക്കളോ മറ്റോ കഴിച്ചിട്ട്
ആ പശുക്കളെ ഇറച്ചി നമ്മൾ തിന്നും അല്ലേ, കാളകളെ ഇറച്ചി നമ്മൾ തിന്നും. അപ്പം അതും നമ്മൾ അതാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. നമ്മളെ ആഹാരം യഥാർത്ഥത്തിൽ ഒരു പശു അതിൻ്റെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് പോലെ സൂര്യൻ നമുക്ക് അന്നം ദിവസം തന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ സ്വന്തം ശരീരത്തിൽ ഒരുക്കിയിട്ടാണ് നമുക്ക് അന്നം തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പ്രോസസ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നല്ലേ, പിന്നെ സൂര്യപ്രകാശം നമ്മളെ ഒരു സ്ഥലത്ത് അടിക്കുമ്പം അവിടുന്ന് അത് തിരിച്ച് നമ്മളെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പിന്നെ ഈ ഇതിൽ കണ്ണിൻ്റെ റെറ്റിനിൽ വീണിട്ട് അതെന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ആയിട്ട് ബ്രെയിൻ പറയാണ് ഇന്നാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓരോ സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ കാഴ്ചക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയില്ല, മനസ്സിലായില്ലേ? കാരണം നമ്മളൊരു മെഷീനാണ്. ഈ മെഷീനിന് എന്താണോ എന്തിനാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഉണ്ടാക്കിയതനുസരിച്ചാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതേ സമയത്ത് ശബ്ദങ്ങൾ, എല്ലാ ശബ്ദങ്ങളും കേൾക്കാനില്ല. ഇപ്പോൾ കാഴ്ച തന്നെ പല റേസും നമുക്ക് കാണാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാറെഡ് പല ജീവികൾക്കും കാണാം. പൂച്ചക്ക് കാണാം, അതുപോലെ മറ്റ് പല ഓവാലിനൊക്കെ കാണാം ഇൻഫ്രാറെഡ് രശ്മികൾ. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ ഉണ്ട്, ഒന്നല്ല, കുറേ രശ്മികൾ നമ്മൾക്ക് കാണാത്തതുണ്ട്, നമുക്ക് കാണാൻ കഴിയില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ 3 ഡയമെൻഷനിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് എങ്ങനെ 3 ഡയമെൻഷനിലാണ്. യഥാർത്ഥ 3 ഡയമെൻഷൻ മാത്രമല്ലല്ലോ ഈ ഭൂമിയിൽ. ഇപ്പം പുതിയ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇതിൽ 27 ഡയമെൻഷൻ വരെ ഉണ്ട്. 27 ഡയമെൻഷൻ വരെ ഉണ്ട്. ആ ഡയമെൻഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ 3 ഡയമെൻഷൻ നീളം വീതി പറഞ്ഞിട്ട് 3 ഡയമെൻഷൻ. പക്ഷേ അതല്ലാത്ത ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസിലാണ് പ്രപഞ്ചത്തിലുള്ളത്. അപ്പോൾ നമുക്ക് കാണാനുള്ള കഴിവില്ല. നമ്മളെ കണ്ണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണുന്നുള്ളൂ. അതാണ് അതിൻ്റെ രൂപം ഇതെല്ലാം കണ്ണ് ബ്രെയിൻ സ്പെസിഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നമ്മളൊരു വസ്തു കണ്ടാൽ ആ വസ്തുവിൻ്റെ ഒരു പിന്നെ ശരിക്കുള്ളൊരു രൂപമുണ്ട്. ആ രൂപം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, ശരിക്കുള്ള നമ്മൾ കാണുന്നില്ല. അതിൻ്റെ റിയൽ രൂപം നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് നമ്മളെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ്. നമ്മളെ ബ്രെയിനിന്, നമ്മളെ ഈ ഉണ്ടാക്കിപ്പെട്ട ഈ മെഷീനിന്, നമ്മളെ ശരീരം എന്ന് പറയുന്ന മെഷീനാണല്ലോ, ആ മെഷീനിന് എങ്ങനെയാണോ പഠിപ്പിച്ച് അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ അതുകൊണ്ടല്ല ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ വേറെ ജീവിയെ കാണുമ്പോഴേ ഈ ശബ്ദങ്ങൾ വേറെ ജീവി ശബ്ദം കേൾക്കുമ്പോൾ ആ നമുക്ക് കേൾക്കാത്ത ശബ്ദം അവർക്ക് കേൾക്കാം. വേറെ ജീവികൾ കാണുമ്പോൾ നമുക്ക് കാണാത്ത കാര്യങ്ങൾ അവർക്ക് കാണാം. ഫോർ എക്സാമ്പിൾ വേറെ സ്പേസിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് വിചാരിച്ചോ, സ്പേസിൽ നിന്ന് വേറെ ഒരു ലോകത്ത് നിന്ന് ഒരാൾ വന്നാൽ അയാൾ കാണുന്നത് 3 ഡയമെൻഷനിലായിരിക്കില്ല, അയാളുടെ കാണുന്നത് 27 ഡയമെൻഷനിലായിരിക്കും, അല്ലെങ്കിൽ 10 ഡയമെൻഷനിലായിരിക്കും. ഈ 10 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാൾക്ക് നമ്മൾ കാണാത്ത വലിയൊരു രൂപമായിരിക്കും അയാൾ കാണുന്നത്. നമ്മൾ കാണുന്ന ഒരു രൂപത്തിലാണ്, പക്ഷേ അയാൾ കാണുന്നത് വേറെ രൂപത്തിലാണ്. അപ്പം നമ്മളെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മളെ പിന്നെ റിയൽ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. ഇതൊന്നും റിയൽ അല്ല, മനസ്സിലായില്ലേ? അതിനാണ് സീറോനെസ് എന്ന് പറയുന്നത്. സീറോനെസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നൊന്നുമില്ല എന്നാണ്. ഇതൊക്കെ അതാണ് ഇപ്പോഴത്തെ, അത് പഴയ കോൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ രണ്ടാമത് വന്നതാണ്. ഇപ്പോൾ ഈ പിന്നെ ഇത് വന്നപ്പോൾ ഇപ്പോൾ ഒരു ഫിസിസിസ്റ്റ് എന്താ പറയുക, പിന്നെ ഈ ക്വാണ്ടം ഫിസിക്സിൽ വളരെയധികം ഇതുള്ള ഒരു ശാസ്ത്രജ്ഞന് 2022 നോബൽ പ്രൈസ് കിട്ടിയ ഈ കണ്ടുപിടുത്തതിനാണ്. അയാൾ പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഒന്നും ഇല്ല എന്നാണ്, ഒക്കെ ഒരു സീറോനെസ്സാണ്. അതായത് നമ്മൾ കാണുന്നത് നമ്മളെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് നമ്മൾ കാണുന്നത്. നമ്മളെ ബ്രെയിനിന് എങ്ങനെയാണോ ഇത് ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ബ്രെയിൻ ഉണ്ടാക്കിയിട്ട് ഒരു രൂപം ഉണ്ടാവില്ലോ, അതനുസരിച്ച് നമ്മൾ കാണുന്നത്. പക്ഷേ ആ രൂപമല്ല ശരിക്കുള്ളത്. വേറെന്തോ രൂപം. വേറെ ആളെ കാണുമ്പോൾ വേറെ കൂടുതൽ പിന്നെ വേറെ ജീവിയെ കാണുമ്പോൾ വേറെ വിധത്തിലാണ് കാണുന്നത്. നമ്മൾ കാണുന്ന ഒരു രൂപത്തിലാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയലായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു മായ എന്ന് പറഞ്ഞ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സൂര്യപ്രകാശം അടിച്ചിട്ട് നമ്മൾ കാണുന്നു, അടിച്ച് നമ്മൾ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെ ബ്രെയിൻ പറഞ്ഞ മാതിരി നമ്മൾ കാണുന്നു. അത് ബ്രെയിനിൻ്റെ പെർസ്പെക്റ്റീവാണ്. ബ്രെയിൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ മെഷീൻ അങ്ങനെ സാധിക്കുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതല്ലാത്ത ആളുകൾ, വേറെ ജീവികളിൽ നിന്ന് വേറെ പ്രപഞ്ചത്തിൽ നിന്ന് ഒരാളിവിടെ വന്നാൽ അയാൾ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലോകമായിരിക്കും. നമ്മൾ കാണുന്നതല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള. ഒരുപക്ഷെ അയാൾക്ക് മരിച്ച ആളുകൾ കാണാൻ പറ്റുമായിരിക്കും, മരിച്ചു പോയ ആളുകളും ഒക്കെ ഈ വ്യത്യസ്ത പെർസ്പെക്റ്റീവുള്ള ആളുകൾക്ക്. കാരണം നമ്മളത് വളരെ ലിമിറ്റേഷൻ. നമ്മളിത് ഈ 5 പഞ്ചേന്ദ്രിയങ്ങളാണ്, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണ് നമുക്കുള്ളത്. ഈ അറിവ് വളരെ ലിമിറ്റഡാണ്. അല്ലാത്ത ഒരു 6th ഇന്ദ്രിയം നമുക്കില്ല, അല്ലേ? 6ാമത്തെ ഇന്ദ്രിയോ 7ാമത്തെ ഇന്ദ്രിയോ ഇല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഈ പിന്നെ കൂടുതൽ ഡയമെൻഷൻസ് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 3 ഡയമെൻഷൻ 4 ഡയമെൻഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതല്ലാത്ത പിന്നെ 10 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. പക്ഷെ അതുണ്ട്. കാരണം മാത്തമാറ്റിക്കലി പ്രൂവ് ആണ്. ഇതൊക്കെ ഉണ്ട്, മാത്തമാറ്റിക്കലി ഇതൊക്കെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ?
അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്ന എല്ലാ ഈ ലോകം നമ്മൾ കാണാത്ത പലതുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ശരിക്കും അത് നല്ല വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് വേറെ സാധനമാണ് കാണുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ വീട്, ഈ പിന്നെ മതിലുകൾ, മറിച്ച് ഇതൊക്കെ നമ്മളെ ബ്രെയിനിനെ പഠിപ്പിച്ച മാതിരി നമ്മൾ ശരിക്കും ഒന്നുമില്ല, അങ്ങനെയല്ല ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അധികം മനസ്സിലാക്കി കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സൂര്യൻ്റെ കാര്യം പറയുമ്പോൾ സൂര്യപ്രകാശം അത് സ്ഥലത്ത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്, സൂര്യപ്രകാശം നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ, സൂര്യനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. ആ ഭക്ഷണം സൂര്യൻ്റെ ഒരു അംശമാണ് തരുന്നത്. സൂര്യൻ തന്നെ മൂപ്പര് കത്തിച്ചിട്ട് മൂപ്പര് അംശം നമുക്ക് തരാം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയാണ് മൂപ്പര് നമ്മളൊക്കെ തീറ്റിപ്പെട്ടുന്നത്, ശരി. പഠിച്ചനാണ് തീറ്റിപ്പെട്ടുന്നത്, കാരണം പഠിച്ചനാണല്ലോ സൂര്യൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സൂര്യനെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ സൂര്യൻ സ്വന്തം ശരീരം ഒരുക്കിയിട്ട് നമുക്ക് തരികയാണ്, എന്നിട്ട് നമ്മളെ തിന്നുകയാണ്, ശരി. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വെറും പിന്നെ നമ്മൾ അതല്ലല്ലോ സൂര്യനല്ലേ, നമ്മളിവിടെ ഇലല്ലേ, ഇലയിൽ ഇല ഉണ്ടാവുമോ? സൂര്യപ്രകാശം അടിച്ചില്ല ഇല ഉണ്ടാവില്ല, ഇലയിൽ ഭക്ഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും ഇതെല്ലാം നമുക്ക് സൂര്യനാണ് തരുന്നത്, ശരി. സൂര്യൻ വൈക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് സൂര്യൻ്റെ പ്രാധാന്യം. സൂര്യൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ചൂട് തരുന്ന ഒരു സാധനമല്ല, അതിനെ കൊണ്ട് ഒരുപാട് ഉണ്ട്. നമ്മളെ ഭൂമിയെ നിലനിർത്തുന്ന മൂപ്പരാണ്, അല്ലേ? മാത്രമല്ല സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൽ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ലീഡർ. ഈ സോളാർ സിസ്റ്റം മുഴുവൻ മൂപ്പര ചുറ്റിയാണ് നിൽക്കുന്നത്, അല്ലേ? മൂപ്പര ചുറ്റി അങ്ങനെ കുറേ സൂര്യന്മാർ, അങ്ങനെ കോടിക്കണക്കിന് സൂര്യന്മാരുണ്ട്. അവർക്ക് ചുറ്റും സോളാർ സിസ്റ്റങ്ങളുണ്ട്, അതിലൊക്കെ ചെറിയൊക്കെ ജീവികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കാം. പ്രപഞ്ചം വളരെ വലുതാണ്, നമുക്കറിയാത്തതാണ്. പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല, നമുക്ക് ഒരു ചെറിയ അംശം മാത്രമേ നമുക്കറിയുള്ളൂ, ബാക്കി നമുക്കറിയില്ല. വെറുതെ ആളുകൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതില്ല ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഒച്ചമിളിയൊക്കെ ഉണ്ടാക്കുന്നില്ല, വെറുതെ ഒന്നും അറിയില്ല നമുക്ക്. നമ്മളെ അറിവ് ലിമിറ്റഡാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.